അമ്മയോടൊപ്പം 24-ാം ദിനം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കൊച്ചു കാര്യം, മേരി ദ ഫസ്റ്റ് മിഷണറി, ആദ്യത്തെ മിഷണറിയായ പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയമാണ് ആദ്യത്തെ മിഷണറി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു വന്നു. നോക്കുക, അവളുടെ ആദ്യത്തെ മിഷണറി യാത്രയാണ്. യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അവൾ സക്കറിയയുടെ ഭവനത്തിലേക്ക് പോയി എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. ക്രിസ്തു സാന്നിധ്യത്തെ എലിസബത്തിനും സക്കറിയയ്ക്കും അനുഭവവേദ്യമാക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം അവളുടെ ആദ്യത്തെ യാത്ര നടത്തുകയാണ്. അവളുടെ സാന്നിധ്യത്തിൽ ക്രിസ്തു സാന്നിധ്യം അവർ തിരിച്ചറിയുകയാണ്. പ്രിയം നിറഞ്ഞവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ്. ചിലരൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരായ നാം നമ്മൾ ചെയ്യുന്ന യാത്രകളിലൊക്കെ ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറണം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ എലിസബത്തിനും സക്രിയയ്ക്കും ക്രിസ്തു അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മുടെ യാത്രകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യത്തെ അവർക്ക് അനുഭവവേദ്യമാകുവാൻ ഇടവരണം. സഞ്ചരിക്കുന്ന ക്രിസ്തുവായി നമ്മൾ മാറണം. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റണം. പ്രിയം പറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ കണക്ക് നമ്മുടെ കൊച്ചു കൊച്ചു യാത്രകളിൽ പോകുന്ന ഇടങ്ങളിലൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്ന മനുഷ്യരായി തീരുവാൻ നമുക്ക് അനുഗ്രഹിക്കാം. അതിനായിട്ട് പ്രത്യേകം പരിശുദ്ധ മറിയത്തോട് നമുക്ക് മാധ്യസ്ഥം ചോദിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാനും ഇടയാകട്ടെ. ആമേൻ.